ബ്രാം സ്റ്റോക്കറുടെ വിഖ്യാത നോവലായിട്ടുള്ള ഡ്രാക്കുളയെ അടിസ്ഥാനമാക്കിയിട്ട് ഒരുപാട് സിനിമകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ജർമ്മനിക്കാർ ഈ നോവലിനെ അവരുടേതായിട്ടുള്ള രീതിയിൽ മിനുക്കുപണികളൊക്കെ നടത്തി എടുത്തിട്ടുള്ള സിനിമയാണ് നോസ്ഫെരാറ്റു. കഥാപാത്രങ്ങളുടെ പേരൊക്കെ അവരങ്ങ് മാറ്റി. ഡ്രാക്കുള പ്രഭുവിന് പകരം ഒർലോക് പ്രഭു എന്നാക്കി. പക്ഷേ കഥയൊക്കെ അത് തന്നെ. 1922 പുറത്തിറങ്ങിയിട്ടുള്ള നോസ്ഫെരാറ്റു ഒരു സൈലൻറ്റ് മൂവിയായിരുന്നു. പക്ഷേ ബ്രാം സ്റ്റോക്കറുടെ ഭാര്യ നല്ല പണി കൊടുത്തു. കോപ്പിറൈറ്റ് വയലേഷൻ ആക്ട് പ്രകാരം അവർ കേസ് കൊടുത്തു. അങ്ങനെ നോസ്ഫെരാറ്റുവിൻ്റെ എല്ലാ പ്രിൻറ്റുകളും നശിപ്പിക്കാൻ ഉത്തരവായി. അതിൽ കുറച്ച് പ്രിൻറ്റുകൾ മാത്രം പക്ഷേ അങ്ങനെ അങ്ങ് അവശേഷിച്ചു. ഈ ഒരു സിനിമയുടെ റീമേക്കാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം റോബർട്ട് എഗേഴ്സ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയിട്ടുള്ള ഗോത്തിക് ഹൊറർ മൂവി ആയിട്ടുള്ള നോസ്ഫെരാറ്റു. സിനിമ ഇന്നലെ കണ്ടു. മേക്കിംഗ് ബേസ് കിഡിലൻ പടം. ഇതിൻ്റെ കളർ ഗ്രേഡിങ്ങും സൗണ്ട് ഡിസൈനിങ്ങും ഒക്കെ ബ്രില്യൻ്റ് ആണ്. ഒരു ക്ലാസിക് മൂവി എന്ന് പറയാം. ഈ ഡ്രാക്കുള കഥകളെ അടിസ്ഥാനമാക്കിയിട്ട് വന്നിട്ടുള്ള സിനിമകളിൽ ഏറ്റവും ബെസ്റ്റ്. ഞാൻ പൊതുവേ ഡ്രാക്കുള സിനിമകളുടെ വലിയൊരു ആരാധകനല്ല. കാരണം പലതവണ ആവർത്തിക്കപ്പെട്ടിട്ടുള്ള കഥ ആയതുകൊണ്ട് തന്നെ അത് കാണുമ്പോൾ ഒരു മടുപ്പ് തോന്നാറുണ്ട്. പക്ഷേ ഈ ഒരു സിനിമ മേക്കിങ്ങിലെ മികവുകൊണ്ട് അതിനൊക്കെ മറികടക്കുന്നുണ്ട്. ഹൊറർ സിനിമ എന്ന് പറയുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന സീനുകളൊന്നും ഈ സിനിമയിലില്ല. അത്തരമൊരു സിനിമയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ നിരാശപ്പെടേണ്ടി വരും. പക്ഷേ ഈ സിനിമയിലെ ചില സീനുകളൊക്കെ റോബർട്ട് എഗേഴ്സ് എടുത്തു വെച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ്. സിനിമയുടെ സാങ്കേതിക മികവൊക്കെ ആസ്വദിച്ച് കാണുന്നവർക്കും ഈ ക്ലാസിക് ടൈപ്പ് സിനിമകളിലേക്കൊരു ടേസ്റ്റ് ഉള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ഇതൊരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. അല്ലാത്തവർക്ക് ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പടം ഇപ്പോൾ ഓൺലൈനിൽ ലഭ്യമാണ്. താല്പര്യമുള്ളവരൊക്കെ കണ്ടു നോക്കുക.